everyone, welcome to Learn 24. നമ്മൾ ഈ Learn 24ന്റെ പ്ലാറ്റ്ഫോമിൽ ഇന്ന് പഠിക്കാൻ പോകുന്ന ഏത് ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാണ്. ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സും ക്വസ്റ്റ്യൻസും എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റ് എന്ന് പറയുന്നൊരു ഗൈഡിൽ നിന്നാണ്. നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ ആ ഗൈഡ് നോക്കിയാൽ മതി. ഓക്കെ, നമുക്കിനി നോക്കാം ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ്, റേറ്റ് ഓഫ് ചേഞ്ച്. സെക്കൻഡ്, ടാൻജന്റ് ആൻഡ് നോർമൽസ്. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. മാക്സിമ, മിനിമ ആൻഡ് അപ്രോക്സിമേഷൻസ്. ഇത് ഇത്രയുമാണ് നമ്മൾ ഇന്ന് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്കപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് എന്ത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. അതായത് ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റൊരു ക്വാണ്ടിറ്റിയെ എങ്ങനെ ബാധിക്കും. ഇവിടെ ഒരു ഫംഗ്ഷൻ എടുത്തു, y = f(x). അതായത് dv/dx എന്ന് പറയും. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. എക്സിൻ്റെ റെസ്പെക്റ്റിൽ വൈക്ക് ഉണ്ടാവുന്ന ചേഞ്ച്, അതാണ് എന്ത്? dy/dx. ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് മറ്റൊരു ക്വാണ്ടിറ്റിയെ എങ്ങനെ ബാധിക്കും. ഇനി നമുക്കൊരു പോയിന്റ് വരികയാണ്. ഇപ്പോൾ x = 1 അല്ലെങ്കിൽ x = b, a അങ്ങനെയുള്ളൊരു പോയിന്റ് വരികയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് എങ്ങനെ എഴുതും? അറ്റ് എ സ്പെസിഫിക് പോയിന്റ് തരികയാണ്. x എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എന്താണ്? x0 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? dy/dx അറ്റ് x = എന്ത് വരും? x0. അവിടെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആയിരിക്കും നമുക്കപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കേണ്ടത്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. നോക്കിക്കേ, ദ ലെങ്ത് ഓഫ് എക്സ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 2 cm/s ആൻഡ് വിത്ത് y ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 2 cm/s. മനസ്സിലായോ? പറഞ്ഞുതരാം. അതായത് ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത്, ആ ലെങ്ത് എന്താണ്? എക്സ്. എക്സ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ഇങ്ങനെ കുറഞ്ഞിരിക്കുകയാണ്. ഒരു സെക്കൻഡിൽ 2 സെന്റിമീറ്റർ കുറഞ്ഞു വരികയാണ്. എന്നാൽ വൈയോ, വിട്ട് വൈ അല്ലെങ്കിൽ ബ്രെഡ്ത്ത് വൈ എന്ന് പറയുന്നതോ 2 സെന്റിമീറ്റർ. ഒരു സെക്കൻഡിൽ 2 സെന്റിമീറ്റർ എന്താണ്? ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ. ഇതിങ്ങനെ കൂടിയും കുറഞ്ഞും ഇരിക്കുമ്പോൾ എന്താ? പെരിമീറ്റർ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇതായിട്ടായിരിക്കുമോ? അല്ല, കാരണം അവിടെ എന്താണ്? പെരിമീറ്ററിന് ചേഞ്ച് ഉണ്ടാകും. ഓക്കെ, അതെന്താണെന്നാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാൻ പോകേണ്ടത്. ദാറ്റ് ഈസ്, നമുക്ക് ഗിവൻ തന്നിരിക്കുന്ന ഫസ്റ്റ് നമ്മൾ എഴുതുക. ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, തന്നിരിക്കുന്നത് ഫസ്റ്റ് നിങ്ങൾ എഴുതുക. ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇക്വേഷൻസ് എഴുതുക. നോക്കാം. ലെങ്ത് എക്സ് ഡിക്രീസിങ്, അതായത് ഇങ്ങനെ കുറഞ്ഞിരിക്കുകയാണ് ടി എന്ന് പറയുന്ന ടൈമിൽ. ദാറ്റ് ഈസ്, ഇവിടെ സെക്കൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ ടി എന്ന് എടുത്തത്, ടിക്ക് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് എടുത്തത്. അപ്പം ടി എന്ന് പറയുന്ന ഒരു ടൈമിൽ ഇങ്ങനെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പം dx/dt നമ്മൾ അതിനെ എഴുതി. ദാറ്റ് ഈസ് dx/dt ഈക്വൽ ടു ലെങ്ത് എന്താണ്? ഡിക്രീസിങ് ആണ്. ഡിക്രീസിങ് ആയതുകൊണ്ട് -2 cm/s. ഓക്കെ, നെക്സ്റ്റ്, വിട്ട് y ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡിൽ 2 സെന്റിമീറ്റർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് dy/dt. സെക്കൻഡ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ടൈമിനെ റെസ്പെക്ട് ചെയ്ത് വൈക്ക് ഉണ്ടാകുന്ന ചേഞ്ച്. ദാറ്റ് ഈസ് dy/dt ഈസ് ഈക്വൽ ടു എന്താണ്? ഇൻക്രീസിങ് ആയതുകൊണ്ട് നമ്മൾ എന്താണ്? പോസിറ്റീവ് തന്നെ എടുത്തു. ദാറ്റ് ഈസ് 2 cm/s. ഓക്കെ, ഇനി പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ. റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എന്താണ്? അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് തരാണ്. വോളിയം ഓഫ് എ സ്ഫിയർ, വോളിയം ഓഫ് എ കോൺ, പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. ഇതെല്ലാം നിങ്ങൾ 10th പഠിച്ചാണ്. ഇതെല്ലാം നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ വേർഡ് പ്രോബ്ലംസ് വരുമ്പം ഇങ്ങനത്തെ ഉള്ളതൊക്കെ വരുമ്പം, അല്ലെങ്കിൽ ഇതിനെക്കാട്ടി കൂടുതലൊക്കെ വരും വേർഡ് പ്രോബ്ലംസ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എഴുതി വെച്ചാൽ പെട്ടെന്ന് എന്താണ് മനസ്സിലാവും, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഇക്വേഷൻ ചെയ്താൻ പറ്റും. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ നമുക്ക് നേരത്തോട്ടേ അറിഞ്ഞാൽ എന്താണ്? 2 × a + b. വാട്ട് ഈസ് a and b? ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലെങ്കിൽ ലെങ്ത്തും വിഡ്ത്തും എന്താണ്? 2 × x + y. 2 × x + y. ഓക്കെ, ഇത്രയും ചെയ്തിട്ടിരുന്നാൽ നമുക്ക് ആൻസർ കിട്ടുമോ? ഇല്ല, നമുക്കിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്തുമായിട്ട്? ടൈമുമായിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ടൈം വന്നേക്കുന്നത് എന്തുകൊണ്ടാണ്? സെക്കൻഡ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ടൈമുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്.
പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ എന്താണ്? പി നമ്മൾ എടുത്തു. ദാറ്റ് ഈസ് dp/dt. എൻ്റെ കൂടെ തന്നെ എല്ലാവരും ചെയ്തു. ഇത് താഴത്തോട്ട് ഇരുന്നൊക്കെ സിമ്പിൾ ആണ്. ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 വെളിയിൽ നിർത്തി എക്സിനെയും വൈനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി. ദാറ്റ് ഈസ് dx/dt പ്ലസ് dy/dt. ഓക്കെ, ഇനി നെക്സ്റ്റ് dp/dt ഇൻറ്റു 2 ഇൻറ്റു dx/dt പ്ലസ് dy/dt. dx/dt dy/dt നമുക്ക് എന്താ അറിയാം. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 2 ഇൻറ്റു എത്ര വരും? dx/dt -2 പ്ലസ് dy/dt +2 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0 എന്താണ്? 0 എന്നാണ്. 0 ദാറ്റ് ഈസ് cm/s. അതായത് പെരിമീറ്ററിൽ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 0 cm/s. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായോ? നമുക്കിനി വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. Suppose that a spherical balloon is inflated and it has a volume V, radius R at a time t. If the balloon is inflated by pumping 900 cm³ of gas per second, find the rate at which the radius of the balloon is increasing when the radius is 15 cm. ആർക്കെങ്കിലും മനസ്സിലായോ? പറഞ്ഞുതരാം. നിങ്ങളൊരു ബലൂണ് വീർപ്പിക്കുമ്പം അതിൻ്റെ അകത്ത് ഫുള്ള് എന്താണ്? ഗ്യാസ് ആണ്. അതൊരു സ്പിയർ അല്ലെങ്കിൽ ഒരു സർക്കിൾ ഷേപ്പ് ഫിൽഡ് വിത്ത് എന്താണ്? ഫുൾ ഗ്യാസ് അതിനകത്ത്. അപ്പോൾ അത് എന്തായി മാറും? ഒരു സ്പിയർ ആയി മാറും ബലൂണ് അല്ലേ? അപ്പോൾ അതിൻ്റെ വോളിയം എന്താണ്? വി, റേഡിയസ് ആർ അറ്റ് ദ ടൈം ടി. ഓക്കെ, നെക്സ്റ്റ് ഇഫ് ദ ബലൂൺ ഈസ് ഇൻഫ്ലേറ്റഡ് ബൈ പമ്പിങ് 900 cube ഓഫ് ഗ്യാസ് പെർ സെക്കൻഡ്. നമ്മളിങ്ങനെ എന്താണ് ബലൂൺ വിയർപ്പിക്കുമ്പോൾ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 900 cm³ ഗ്യാസ് ആണ് നമ്മൾ അതിനകത്തേക്ക് പമ്പ് ചെയ്യുന്നത്. നമ്മൾ വീർപ്പിക്കുമ്പോൾ ഒരു സെക്കൻഡ് പെർ സെക്കൻഡിൽ ഇങ്ങനെ 900 cm ഓഫ് ഗ്യാസ് എന്താണ് ഇങ്ങനെ കൂടിക്കാണ് ഏറ്റവും ലാസ്റ്റ് സ്പിയർ നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി ഫൈൻഡ് ദ റേഡിയസ് അറ്റ് വിച്ച് ദ റേഡിയസ് ഓഫ് ദ ബലൂൺ ഈസ് ഇൻക്രീസിങ് വെൻ ദ റേഡിയസ് ഈസ് 15 cm. റേഡിയസ് 15 cm ആയിരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന റേഡിയസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്, റേഡിയസിൽ ഉണ്ടാവുന്ന വ്യത്യാസം, അവിടെ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ആണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് എഴുതുക. തന്നിരിക്കുന്നത് എന്താണ്? dv/dt. dv/dt ഡയറക്റ്റ് തന്നിട്ടില്ലല്ലോ അല്ലേ? ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷേ തന്നിട്ടുണ്ട്. എങ്ങനെയാന്ന് നോക്കിക്കേ. ഇൻഫ്ലേറ്റഡ് ബൈ പമ്പിങ് 900 cm ഓഫ് ഗ്യാസ് പെർ സെക്കൻഡ്. അതായത് ഇങ്ങനെ പറയുമ്പോൾ എന്താണ്? അതിൻ്റെ വോളിയം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓരോ സെക്കൻഡിലും വോളിയം എന്താണ്? ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വോളിയത്തിന് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് dv/dt. dv/dt അപ്പോൾ എത്രയാണ്? എല്ലാവരും പറഞ്ഞേ. ഓക്കെ, 900 cm³ പെർ സെക്കൻഡ്. ഇവിടെ ടി എന്തുകൊണ്ടാണ് എടുത്തത്? ടൈമിൻ്റെ ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്, സെക്കൻഡിൻ്റെ ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? ദ റേറ്റ് അറ്റ് വിച്ച് ദ റേഡിയസ് ഓഫ് ദ ബലൂൺ ഈസ് ഇൻക്രീസിങ്. അതായത് നമ്മളിങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അവിടെ റേഡിയസും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലുണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് dr/dt ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇത് രണ്ടും വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഒന്നുകൂടി നോക്കിക്കേ. സ്പെറിക്കൽ ബലൂൺ ദാറ്റ് ഈസ് സ്പിയർ. വോളിയം ഓഫ് സ്പിയർ എന്താണ്? ദാറ്റ് ഈസ് V is equal to, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്, 4/3 πr³. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി. നമ്മളിവിടെ ടി എടുത്തുകൊണ്ടാണ് ടി വെച്ചിട്ട് നമ്മൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? dv/dt. വിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? dv/dt കിട്ടും. ആറിനെ ടിയുടെ റെസ്പെക്റ്റിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dr/dtയും കിട്ടും. നമുക്കത് എഴുതാം. വിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞേ? dv/dt. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. 4/3 πr³. ദാറ്റ് ഈസ് 4/3 π നമ്മൾ ഇങ്ങെടുത്തു. കാരണം എന്തുകൊണ്ടാണ്? അത് കോൺസ്റ്റന്റ് ആണ്. 4/3 π കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇങ്ങനെ എടുത്തു. r³ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഈ ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ r³ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ദാറ്റ് ഈസ് d/dx ഓഫ്
x raised to n equal to n into x raised to n minus 1. That is 3 into r raised to 3 minus 1. That is 3r square. 3r square. Okay. ഇനി ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്തൂടെ? 3 ക്യാൻസൽ. മാത്രമല്ല 3r സ്ക്വയർ നമ്മൾ ചെയ്തു. നമ്മൾ ആറിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ് ടി വെച്ചിട്ടാണ് ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? ഒരു ടി ഡി ആർ ബൈ ഡി ടി എക്സ്ട്രാ ഇട്ട് കൊടുത്തു. നമുക്ക് കിട്ടിയോ എല്ലാം? ഡി വി ബൈ ഡി ടി കിട്ടി, ഡി ആർ ബൈ ഡി ടി എല്ലാം ഇതിലുണ്ട്. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഡി ആർ ബൈ ഡി ടി ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമ്മൾ ഡി ആർ ബൈ ഡി ടിനെ അവിടെ നിർത്തിക്കൊണ്ട് ഡി വി ബൈ ഡി ടി ഈ 4 പൈ ആർ സ്ക്വയർ മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. അതിനെ ഡിവിഷനിൽ കൊണ്ടുവന്നു. ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടി എന്താണ്? 900 ഡിവൈഡഡ് ബൈ 4 പൈ ആർ സ്ക്വയർ. 4 പൈ ആർ സ്ക്വയർ. ഇതിനെ സോൾവ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/π സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിന്റെ നെക്സ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ടോപ്പിക് ആണ് ടാൻജന്റ് ആൻഡ് നോർമൽസ്. നമുക്ക് എന്താണ് ടാൻജന്റ്, എന്താണ് നോർമൽസ് എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ടാൻജന്റ് എന്താണെന്ന് നോക്കാം. അതിന്റെ സ്ലോപ്പ് ഓഫ് ടാൻജന്റും ഇക്വേഷൻ ഓഫ് ടാൻജന്റും നോക്കാം. ഫസ്റ്റ് എന്താണ് ടാൻജന്റ്? ഒരു കർവ് തരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കർവ് എടുക്കാം, അല്ലെങ്കിൽ ഒരു സർക്കിൾ എടുക്കാം. അതിലേക്ക് ഒരു ടാൻജന്റ് വരയ്ക്കാൻ പറഞ്ഞാൽ ഈ കർവിൽ ഒരു പോയിന്റ് എടുക്കുക. ഈ കർവിൽ ഞാൻ ഈ പോയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. ഈ പോയിന്റുമായിട്ട് പോയിന്റ് ഓഫ് കോണ്ടാക്ട് നടത്തുന്ന ഒരു ലൈൻ വരയ്ക്കുക. ദാറ്റ് ഈസ് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ. അപ്പൊ ഇതാണ് എന്ത്? ആ ലൈനിന്റെയും ആ കർവിന്റെയും പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ. അതായത് ഈ ലൈനെ അപ്പൊ നമ്മൾ പറയും ടാൻജന്റ്. നമ്മൾ എന്താ പറയുന്നത്? ടാൻജന്റ്. ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇക്വേഷൻ, ഒരു ടാൻജന്റ് എന്നാൽ അതിന്റെ ഇക്വേഷൻ എന്താണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ. ഇത് വേണമെങ്കിൽ ഒരു കർവ് വരാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ഒരു സർക്കിളിൽ നമുക്ക് എത്ര പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരയ്ക്കാം? ഇൻഫിനിറ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരയ്ക്കാം. ദാറ്റ് ഈസ് ഒരു സർക്കിൾ എടുക്കുകയാണ്, നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം അല്ലേ? കുറേ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ത് വരയ്ക്കാം? സർക്കിളിൽ വരയ്ക്കാൻ കഴിയും. നെക്സ്റ്റ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. നമ്മൾ ഡെറിവേറ്റീവ് പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിച്ചിരുന്നു. ഡെറിവേറ്റീവ് എന്താണ്? സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. ദാറ്റ് ഈസ് അത് തന്നെയാണ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത്. എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. അപ്പോഴെന്നെ കിട്ടിയില്ലേ? നമ്മളിവിടെ ഫംഗ്ഷൻ എടുത്ത് ഏതാണ്? y is equal to f of x. ദാറ്റ് ഈസ് ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ദാറ്റ് ഈസ് f dash of x. ഓക്കെ. അതാണ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. ഇനി ഇക്വേഷൻ ഓഫ് ടാൻജന്റ്. ടാൻജന്റിന്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എന്താണ് വരച്ചത്? ഒരു കർവ് വരച്ചു, ടാൻജന്റ് വരച്ചു. ഈ ടാൻജന്റ് ആവുന്ന ഓക്കെ ടാൻജന്റ് വരച്ചു. ഇതെന്ന് പറയുന്നൊരു ലൈൻ അല്ലേ? ലൈനിന്റെ ഇക്വേഷൻ ഏതാണെന്ന് നമ്മൾ പഠിച്ചു. y is equal to mx plus c. അതിൽ നിന്ന് നമ്മൾ സ്ലോപ്പ് ഓഫ് ദി ലൈൻ പഠിച്ചു. എന്താണ്? y minus y1 equal to m into എന്താണ്? x minus x1. അത് നമ്മൾ എന്ത് കൊടുക്കാണ്? ഇക്വേഷൻ ഓഫ് ടാൻജന്റിന്റെ ഇതിലേക്ക് കൊടുക്കാണ്. ദാറ്റ് ഈസ് y minus y1. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് എന്താണ്? y minus y1 equal to m into എന്താണ്? x minus x1. ഇതിനെ ഒന്നുകൂടി എഴുതിയാൽ m നമുക്ക് എന്തറിയാം? സ്ലോപ്പ് ആണ്, സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. ദാറ്റ് ഈസ് y minus y1 equal to f dash of x into x minus x1. ഈ അപ്പോൾ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറയാണ്, അറ്റ് എക്സ് നോട്ടിൽ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ f dash of x നോട്ട് ചെയ്താൽ മതി. അല്ല ഇവിടെ എന്താണ്? f dash of x നോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ടാൻജന്റിന്റെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റും ഇക്വേഷൻ ഓഫ് ടാൻജന്റും. നെക്സ്റ്റ് നോർമൽസ്. എന്താണ് നോർമൽ? നോക്കാം. ഒരു കർവ് വരച്ചു. കർവ് ഏതാണ്? y is equal to f of x. അതിന് ഇതായിട്ട് നമ്മൾ എന്ത് വരച്ചു? ടാൻജന്റ് വരച്ചു. ഇനി ഇതിലെങ്ങനെ നോർമൽ വരയ്ക്കും? നോർമൽ എന്താണ്? ദ ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ്. ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന ലൈൻ ആണ് എന്ത്? നോർമൽ. ദാറ്റ് ഈസ് നോർമൽ. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എന്താണ്? 90 ഡിഗ്രി. ഓക്കെ. അതാണ് നോർമൽ. എങ്കിൽ സ്ലോപ്പ് ഓഫ് ദി നോർമൽ എന്താണ്? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ലൈൻസ്, രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ്. ദാറ്റ് ഈസ് നിങ്ങൾ ഈ കർവ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് എന്താണ്? രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്.
അതായത് ഈ രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസിന്റെ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് എന്തിന് ഈക്വൽ ആവും? -1. അതായത് ഈ ലൈനിന്റെ പ്രോഡക്റ്റ് എന്താണ്? m1. ഈ ലൈനിന്റെ പ്രോഡക്റ്റ് എന്താണ്? സ്ലോപ്പ് എന്താണ്? m2. ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് ദാറ്റ് ഈസ് m1 ഇൻറ്റു m2 ഈക്വൽ ടു -1. ദാറ്റ് ഈസ് m2 ഈക്വൽ ടു -1 ബൈ m1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സ്ലോപ്പ് ഓഫ് ദി നോർമൽ എന്ത് കിട്ടി? -1 ബൈ m. ഓക്കെ, അതായത് ഇക്വേഷൻ ഓഫ് നോർമൽ, ഇക്വേഷൻ ഓഫ് ടാൻജന്റിന്റെ ഇതിൽ നമ്മൾ സ്ലോപ്പിന്റെ ഇത് മാറ്റിയ നോർമൽ ആയി കഴിഞ്ഞു. ദാറ്റ് ഈസ് y മൈനസ് y1 ഈക്വൽ ടു -1 ബൈ m. എല്ലാവരും തന്നെ -1 ബൈ m ഇൻറ്റു എക്സ് മൈനസ് x1. ഓക്കെ, m എന്താണ്? സ്ലോപ്പ് എന്താണ്? ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് ഈസ് y മൈനസ് y1 ഈക്വൽ ടു -1 ബൈ f ഡാഷ് ഓഫ് x ആൻഡ് x മൈനസ് x1. ഓക്കെ, നിങ്ങൾക്ക് ഈ ഡെറിവേറ്റീവിനെ വേണമെങ്കിൽ dy ബൈ dx എന്നും എഴുതാൻ പറ്റും, f ഡാഷ് ഓഫ് x എന്നും എഴുതാൻ പറ്റും. ഇത് ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ടാൻജന്റിന്റെയും നോർമലിന്റെയും സ്ലോപ്പും ഇക്വേഷനും കണ്ടുപിടിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ ടാൻജന്റിന്റെയും നോർമൽസിന്റെയും സ്ലോപ്പും ഇക്വേഷൻസും ഒക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അത് വെറുതെ കണ്ടുപിടിച്ച് വെച്ചാൽ മതി, നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കിയാലല്ലേ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവത്തുള്ളൂ. നോക്കാം. Find the equation of tangent and normals to the given curve x equal to cos t, y is equal to sin t at t is equal to pi by 4. തന്നിരിക്കുന്ന രണ്ട് കർവുകളാണ് ഏതൊക്കെ? x ഈക്വൽ ടു കോസ് ടി, y is equal to sin t. അവിടെ t എന്ന് പറയുന്നത് എന്താണ്? pi by 4. എങ്കിൽ അതിൻ്റെ ഇക്വേഷനും ടാൻജന്റിന്റെ ഇക്വേഷനും നോർമലിന്റെ ഇക്വേഷനും നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്നുകൂടി ഒന്ന് നല്ലപോലെ നോക്കിക്കേ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഡിഫറൻസിയേഷൻ മനസ്സിലാവുന്നുണ്ടോ? ഈ രണ്ട് കർവ് തന്നിട്ടുണ്ട്, എക്സ് ഈസ് ഈക്വൽ ടു കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു സൈൻ ടി. ഈ രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഫറൻസിയേഷൻ മനസ്സിലായല്ലേ? യെസ്, പാരാമെട്രിക് ഡിഫറൻസിയേഷൻ. അതായത് എക്സും വൈയും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്, ടി എന്ന് പറയുന്നൊരു പാരാമീറ്റർ അവിടെ ഉണ്ട്. അപ്പോൾ അത് ഏത് ഡിഫറൻസിയേഷൻ ആണ്? പാരാമെട്രിക് ഡിഫറൻസിയേഷൻ. ഓക്കെ, പാരാമെട്രിക് ഡിഫറൻസിയേഷന്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒന്ന് ഓർത്തേ എല്ലാവരും. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്താണ്? ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, ടിക്ക് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി ടി. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ടിക്കും ഇതായിട്ട്, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ടി. സൈൻ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോസ് ടി. ഓക്കെ, അടുത്ത ഡി എക്സ് ബൈ ഡി ടി എന്താണ്? എക്സ് എന്താണ്? എക്സ് ഈക്വൽ ടു കോസ് ടി. കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ ടി ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ടി. ഇനി ഇതിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഡി വൈ ബൈ ഡി ടി എന്താണ്? കോസ് ടി. ഡി എക്സ് ബൈ ഡി ടി എന്താണ്? സൈൻ ടി. കോസ് ബൈ സൈൻ എന്താണ്? കോട്ടാണ്. ദാറ്റ് ഈസ് കോട്ട് ടി. ഒരു മൈനസ് കൂടി ഇല്ലേ? ദാണ്ട് ഇവിടെ മൈനസ് ഉണ്ടില്ലേ? മൈനസ് കൂടി ഇല്ലേ? ആ മൈനസും കൂടി ഇട്ട് കൊടുത്തു. ഇതെന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്ത് കിട്ടി? സ്ലോപ്പ് കിട്ടി. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കിട്ടി. അതായത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്താണ്? എം ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാൻ കഴിയും അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പോയിന്റ് തന്നാൽ അതിൽ വെച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? പൈ ബൈ 4. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി വൈ ബൈ ഡി എക്സ് എത്രയാണ്? കോട്ട് ടി മൈനസ് കോട്ട് ടി. ടിക്ക് ഇതാക്കി നമ്മൾ എന്ത് കൊടുക്കുക? ടിയുടെ വാല്യൂ നമ്മൾ പൈ ബൈ 4 ആക്കുക. അപ്പൊ മൈനസ് കോട്ട് എന്തായി മാറും? പൈ ബൈ 4. മൈനസ് കോട്ട് പൈ ബൈ 4 എത്രയാണ്? കോട്ട് പൈ ബൈ 4 എന്താണ്? 1. ദാറ്റ് ഈസ് ഈക്വൽ ടു കോട്ട് പൈ ബൈ 4 എന്താണ്? 1. ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? മൈനസ് കൊടുത്തു. അപ്പൊ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് നമുക്ക് എന്ത് കിട്ടി? അറ്റ് ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 4 എന്താണ്? -1. നമ്മൾ ഈ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ എന്തിനാണ് എടുത്തത്? ഡെറിവേറ്റീവ് കാണാൻ. അപ്പൊ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് അങ്ങ് കിട്ടിയില്ലേ? അങ്ങനല്ലേ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നേ. നെക്സ്റ്റ് സ്ലോപ്പ് കിട്ടി.
ഇനി നമുക്ക് വേണ്ട ഏതാണ്? ഇക്വേഷൻ. ക്വസ്റ്റ്യൻ നോക്കിയേ, ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റും ഇക്വേഷൻ ഓഫ് ദി നോർമലാണ് നമുക്ക് വേണ്ടേ. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഫസ്റ്റ് നോക്കാം. y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ദാറ്റ് ഈസ് x1ഉം y1ഉം നമുക്ക് തന്നിട്ടില്ല. x1ഉം y1ഉം എങ്ങനെ കണ്ടുപിടിക്കും? ക്വസ്റ്റ്യനിലേക്ക് എല്ലാവരും നോക്കിക്കേ, അതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് എന്താണ്? കോസ് ടി. അപ്പൊ x1 നമ്മൾ എന്താക്കി എഴുതി? കോസ് ഇൻറ്റു π/4. ടിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? π/4 കൊടുത്തു. ദാറ്റ് ഈസ് കോസ് എന്താണ്? π/4. കോസ് π/4. ഓക്കെ, കോസ് π/4 എത്രയാണ്? 1/√2. ഓക്കെ, കോസ് π/2 എത്രയാണ്? π/4 എത്രയാണ്? 1/√2. ഇനി y1 അതുപോലെ തന്നെ ചെയ്യുക. y1 ഈക്വൽ ടു സൈൻ ടി ആണ്. ദാറ്റ് ഈസ് y1 ഈക്വൽ ടു സൈൻ ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് ചെയ്ത് കൊടുത്തു π/4. ദാറ്റ് ഈസ് സൈൻ π/4. സൈൻ π/4 എത്രയാണ്? ഓക്കെ, 1/√2. സൈൻ π/4 എന്താണ്? 1/√2. x1ഉം y1ഉം കിട്ടി. ഇനി ഇതിനെ നമുക്ക് എന്തിലേക്ക് ഇട്ട് കൊടുക്കാം? ഈ ഇക്വേഷൻ ഓഫ് ടാൻജന്റിലേക്ക് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് y മൈനസ് 1/√2. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് എഴുതി നോക്കിക്കോ. ഇൻറ്റു m എന്താണ്? നമുക്ക് സ്ലോപ്പ് കിട്ടി -1. -1 ഇൻറ്റു എത്ര വരും? എക്സ് മൈനസ് x1 എത്രയാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഓക്കെ, 1/√2. ഓക്കെ, ഇനി ഈ √2 ക്യാൻസൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ആയിട്ട് ഫുള്ളായിട്ട് √2 വെച്ച് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ √2 ഈ ഡിനോമിനേറ്ററിലുള്ള എന്തായി? ക്യാൻസൽ ആവും. മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ എത്രയാണ്? √2. ഓക്കെ, ഇനി നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് ക്യാൻസൽ ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കിട്ടുമോ നോക്കിയേ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ടാൻജന്റ്. ടാൻജന്റിന്റെ ഇക്വേഷൻ എന്താണ്? ഇതാണ്. നെക്സ്റ്റ്, ടാൻജന്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? നോർമലും കണ്ടുപിടിക്കണ്ടേ? ഇക്വേഷൻ ഓഫ് നോർമൽ. സ്ലോപ്പ് ഓഫ് നോർമൽ എന്താണ്? സ്ലോപ്പ് ഓഫ് ടാൻജന്റ് m ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് നോർമൽ -1/m ആണ്. ദാറ്റ് ഈസ് -1/m എന്താണ് ഇവിടെ നമുക്ക് കിട്ടിയത്? -1. അത് ഇട്ട് കൊടുക്കുക. x1ഉം y1ഉം നമ്മുടെ ഉണ്ട്. y മൈനസ് 1/√2 ഈക്വൽ ടു -1/m. എമ്മിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് ഇട്ട് കൊടുത്തു? -1 പിന്നെ ഇട്ട് കൊടുത്തു. ദാറ്റ് ഈസ് m എന്ന് പറയുന്നത് എന്താണ്? -1 ഇൻറ്റു എക്സ് മൈനസ് 1/√2. x1ഉം y1ഉം അതുപോലെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ √2 ക്യാൻസൽ ആക്കണം. √2 ക്യാൻസൽ ആക്കി കഴിഞ്ഞിട്ട് എഗൈൻ എന്ത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്? ഒരു √2 വെച്ച് എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ √2. ഇവിടെ എന്താ? √2 ക്യാൻസൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാണ് √2. അങ്ങനെ √2 എന്തായാലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഇക്വേഷൻ ഓഫ് നോർമൽ. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഇതാണ്, ഇക്വേഷൻ ഓഫ് നോർമൽ ഇതാണ്. നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ പിന്നെയും സിംപ്ലിഫൈ ചെയ്യാം. ഡിവൈഡിങ് ബൈ √2. √2 വെച്ച് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ? ഈ √2 ക്യാൻസലായി y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. y മൈനസ് എക്സ് അതിനെ 0യുടെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? y ഈസ് ഈക്വൽ ടു എക്സ് എന്നും കിട്ടും. ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഇക്വേഷൻ ഓഫ് ടാൻജന്റും ഇക്വേഷൻ ഓഫ് നോർമലും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിൻ്റെ മൂന്നാമത്തെ ടോപ്പിക്കാണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. ഇൻക്രീസിങ് ഫങ്ഷൻസ് നമുക്കറിയാം, ഡിക്രീസിങ് ഫങ്ഷൻസ് അറിയാം. ഇൻക്രീസിങ് എന്താണ്, ഡിക്രീസിങ് എന്താണ്, ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിൻ്റെ കേസിൽ വരുമ്പം എങ്ങനെ ഇത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എല്ലാവരും ഈ 2 ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. അതിൽ ഈ ഗ്രാഫ് എല്ലാവരും നോക്കിക്കേ. എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂ എന്താണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഭയങ്കര കറക്റ്റായിട്ട് എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, വൈയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, ഇങ്ങനെ കറക്റ്റായിട്ട് ഇൻക്രീസ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഭയങ്കര സ്മൂത്ത് ആയിട്ട്. അപ്പോൾ അതെന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് നമ്മൾ പറയുന്നു. മാത്രമല്ല അത് 0യിൽ ടച്ച് ചെയ്തിട്ടും ഇല്ല. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ a, b. ക്ലോസ്ഡ് ഇന്റർവൽ a, bയിൽ ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയണമെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുക. ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ദാറ്റ് ഈസ് f' ഓഫ് x ഗ്രേറ്റർ ദാൻ
സീറോ ആയിരിക്കണം. ആ എക്സ് എന്ന് പറയുന്ന എന്തിനകത്ത് ബിലോങ് ചെയ്തിരിക്കുകയാണ്? എക്സ് ബിലോങ്സ് ടു എ കോമ ബി. എക്സ് ഓപ്പൺ ഇന്റർവെൽ എ കോമ ബിയിൽ ബിലോങ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഗ്രാഫ് നോക്കുക. ഈ ഫംഗ്ഷൻ സീറോയിൽ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ, ഇതിന്റെ ഗ്രാഫ്. എന്നിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു, എന്നിട്ടൊരു കോൺസ്റ്റന്റ് ആയി, പിന്നെ ഇൻക്രീസ് ചെയ്തു, പിന്നെയും കോൺസ്റ്റന്റ് ആയി, പിന്നെ ഇൻക്രീസ് ആയി, പിന്നെയും കോൺസ്റ്റന്റ് ആയി, പിന്നെ ഇൻക്രീസ് ചെയ്തു, ഇങ്ങനെ പോവുകയാണ്. അത് ഇൻക്രീസിങ് ആണ്, വെറുതെ ഇൻക്രീസിങ് ആണ്. പക്ഷെ അത് ഡിക്രീസ് ആവത്തില്ല ഒരിക്കലും, ജസ്റ്റ് ഇൻക്രീസിങ്, ഇങ്ങനെ ഇൻക്രീസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇൻക്രീസിങ് ആണെന്ന് പറയണമെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബിയിൽ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ്, ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ, സീറോയ്ക്ക് ഈക്വൽ ആകാം, സീറോയും കാട്ടി കൂടുതലും ആകണം. ആൻഡ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി. അപ്പൊ എക്സ് എന്തിന് ബിലോങ്സ് ആയിട്ടിരിക്കും? എ കോമ ബിയുടെ അകത്തുള്ളതായിരിക്കും ആര്? എക്സ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇൻക്രീസിങ്ങും സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻസും കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിക്രീസിങ് ഫംഗ്ഷൻസ് നോക്കാം. ഓക്കെ, ഡിക്രീസിങ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി. ഡിക്രീസിങ് ആവുന്നത് എപ്പോഴാണ്? എഫ് ഡാഷ് എക്സ്, അതായത് അതിന്റെ ഡെറിവേറ്റീവ്, ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ, സീറോയ്ക്ക് ഈക്വലും ആയിരിക്കും, സീറോയും കാട്ടി താഴ്ന്നു പോകും ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ. ആൻഡ് എക്സ് എന്തിന് ബിലോങ്സ് ആണ്? ഓപ്പൺ ഇന്റർവെൽ എ കോമ ബിയിൽ ബിലോങ്സ് ആണ്. ദിസ് ഈസ് ജസ്റ്റ് ഡിക്രീസിങ്, ഡിക്രീസിങ് മാത്രമാണ്. നിങ്ങൾ നോക്കിക്കേ, ഈ ഗ്രാഫ് നോക്കിക്കേ, ഡിക്രീസ് ചെയ്യുന്നു, കോൺസ്റ്റന്റ് ആവുന്നു, പിന്നെയും ഡിക്രീസ് ചെയ്യുന്നു, കോൺസ്റ്റന്റ് ആവുന്നു, ഇങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഒരിക്കലും എന്താണ് ഇൻക്രീസ് ആവുന്നില്ല. എക്സ് വൈ എക്സ് കൂടുന്തോറും എന്താണ്? വൈ കുറഞ്ഞുറഞ്ഞിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഡിക്രീസിങ്. നെക്സ്റ്റ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഈ ഗ്രാഫ് നോക്കുക, എക്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ വൈയുടെ വാല്യൂ എന്താണ്? കുറഞ്ഞു വരികയാണ്. വൈയുടെ വാല്യൂ എന്താണ്? കുറഞ്ഞു വരികയാണ്. പക്ഷെ ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ദാറ്റ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അതായത് ഒരു ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് പറയണമെങ്കിൽ ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് എടുക്കുക, എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ സീറോ, സീറോയും കാട്ടി ചെറുതായിരിക്കും. ആൻഡ് എക്സ് എന്തിന് ബിലോങ്സ് ആണ്? ഓപ്പൺ ഇന്റർവെൽ എ കോമ ബിയിൽ ബിലോങ്സ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ തന്നാൽ ഡിക്രീസിങ് ആണോ എന്ന് അറിയാൻ പറ്റുന്നത്. പിന്നെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഈ ഗ്രാഫ് ഉണ്ടോ? ദാറ്റ് ഈസ് ഇത് ഇൻക്രീസിങ് ആണെന്നും പറയാൻ പറ്റുന്നില്ല, ഡിക്രീസിങ് ആണെന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇതെന്താണ്? ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ ഇൻക്രീസിങ്ങും ആവുന്നില്ല, ഡിക്രീസിങ്ങും ആവില്ലാത്ത ഫംഗ്ഷന് നമ്മൾ വേറൊരു പേര് പറയും, ജസ്റ്റ് മോണോട്ടോണിക് ഫംഗ്ഷൻ. അത് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി, മോണോട്ടോണിക് ഫംഗ്ഷൻസ്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം. Find the interval in which the function f of x equal to 2x cube minus 24x plus 25 is increasing or decreasing. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ അതിൻ്റെ ഇന്റർവെല്ലിൽ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നാണ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകേണ്ടത്. ഇന്റർവെൽസ് തന്നിട്ടില്ല, അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇന്റർവെൽസും കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ദാറ്റ് ഫംഗ്ഷൻ, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം. അതുപോലെ തന്നെ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി ആയിരിക്കണം. അതുപോലെ തന്നെ ഡിക്രീസിങ് വരുമ്പോൾ എങ്ങനെ പറഞ്ഞാൽ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം, ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ സീറോയ്ക്ക് താഴെ. ആൻഡ് എക്സ് എന്തിന് ബിലോങ്സ് ആയിരിക്കണം? ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി ആണെങ്കിൽ അത് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇൻക്രീസും ഡിക്രീസിങ് കണ്ടുപിടിച്ചാൽ മതി. സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങോ സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങോ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കേണ്ട. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു. തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്തു. ദാറ്റ് ഈസ് 2x ക്യൂബ് മൈനസ് 24x പ്ലസ് 25ന്റെ ഡെറിവേറ്റീവ് എടുക്കുക. 2 ഇൻറ്റു 3x സ്ക്വയർ, എക്സ് ക്യൂബിനെ ഡെറിവേറ്റീവ് എന്തൊരു 2 ഇൻറ്റു 3x സ്ക്വയർ, ദാറ്റ് ഈസ് 6x സ്ക്വയർ മൈനസ് 24 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ അവിടെ നിർത്തിയിട്ട് 24 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്താണ്? എത്രയാണ്? 1. വെരി ഗുഡ്. ഓക്കെ, 24 ഇൻറ്റു 1 എന്താണ്? 24. ഓക്കെ, ഇനി ഇവിടെ രണ്ടും കോമൺ ആയിട്ട് നമുക്കറിയാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്? 0 ആണ്. ഓക്കെ, അത് നമ്മൾ എഴുതി. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തത്?
എക്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ ഈ എഫ് ഡാഷ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ 6x² - 24 ആണെന്ന് നമുക്കറിയാം. അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് കിട്ടും. ആ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തത്. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞ എല്ലാവരും 6x² - 24 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പം എക്സിന്റെ വാല്യൂ നമുക്കിത് ചെയ്തു. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഒന്ന് സോൾവ് ചെയ്തോ. സോൾവ് ചെയ്യുമ്പം എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് +or-2 എന്ന് വരും. അതായത് എക്സിന്റെ വാല്യൂ -2 വരാം, +2 വരാം. എക്സിന്റെ വാല്യൂ എന്തൊക്കെ വരാം? -2 വരാം, +2 വരാം. ഓക്കെ, നമുക്ക് ഇതിന്റെ ഇന്റർവെൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സ് എന്ന് പറയുന്നത് എന്തിന്റെ ഇടയിലാണ്? ഓപ്പൺ ഇന്റർവെൽ a,bയുടെ ഇടയിലാണ് എക്സ്. എക്സ് അപ്പം എന്താണ്? -2 2. ഒരു നമ്പർ ലൈൻ വരച്ചേ എല്ലാവരും, വരച്ചോ? അതിനകത്ത് -2ഉം 2ഉം നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ഓപ്പൺ ഇന്റർവെൽ ആണ്, അതായത് ഇൻഫിനിറ്റി ആയിട്ട് കിടക്കുകയാണ്. ദാറ്റ് ഈസ് -ഇൻഫിനിറ്റി. ഇവിടെ എന്താണ്? -2ന് ഇപ്പുറം -3 -4 -5 ഇങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് -ഇൻഫിനിറ്റി കൊടുത്തു. അപ്പുറത്ത് നമ്മൾ എന്താണ്? +ഇൻഫിനിറ്റി. 2 കഴിഞ്ഞാൽ 3 4 5 6 7 അങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലോസ്ഡ് ഇന്റർവെൽ ആയിരുന്നെങ്കിൽ നമ്മൾ അവിടെ വെച്ച് ക്ലോസ് ചെയ്താനേ. ഇത് ഓപ്പൺ ഇന്റർവെൽ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ -ഇൻഫിനിറ്റിയും ഇൻഫിനിറ്റിയും കൊടുത്തത്. ഏത് നമ്മുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓപ്പൺ ഇന്റർവെൽ എന്നാണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമുക്ക് എത്ര ഇന്റർവെൽ കിട്ടി? 3 ഇന്റർവെൽ, 3 ഇന്റർവെൽ കിട്ടി. അത് ഏതൊക്കെയാണെന്ന് എല്ലാവരും ഒന്ന് പറയാവോ? പറഞ്ഞു നോക്കിക്കേ. -ഇൻഫിനിറ്റി ആൻഡ് -2. ഓക്കെ, -ഇൻഫിനിറ്റി -2 ഒരു ഇന്റർവെൽ. നെക്സ്റ്റ് ഇന്റർവെൽ ഏതാണ്? നമുക്ക് കിട്ടിയ ഒരു ഇന്റർവെൽ എക്സിന്റെ ഇന്റർവെൽ ഏതാണ്? -2, 2. എക്സിന്റെ ഇത് വരുന്ന ഇന്റർവെൽ ആണ് -2 2. നെക്സ്റ്റ് ഇന്റർവെൽ ഏതാണ്? 2, ഇൻഫിനിറ്റി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ 3 ഇന്റർവെൽസിലായിട്ട് എടുത്തത്. ഈ ഇന്റർവെൽസ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞേ, ഇന്റർവെൽസിൽ ഈ ഫംഗ്ഷൻ എന്തായിരിക്കണം? ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? അതായത് ഈ ഇന്റർവെൽസിൽ ഈ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഡെറിവേറ്റീവിലേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ഫസ്റ്റ് നിങ്ങൾ ഇത് എടുക്കുക, -ഇൻഫിനിറ്റി, -2. ഓക്കെ, -ഇൻഫിനിറ്റി, -2. ഇതിന്റെ ഇടയിലുള്ളൊരു നമ്പർ എടുക്കുക. -ഇൻഫിനിറ്റിയുടെ -2ന്റെ ഇടയിൽ, ദാറ്റ് ഈസ് -2ന്റെ ഇപ്പുറത്തുള്ള നമ്പർ നമുക്ക് എടുക്കാം. -3 എടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് എന്നിട്ട് ഈ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ -3 എന്ത് കൊടുക്കുക? ഇട്ട് കൊടുക്കുക. 6 × -3 the whole square -24. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 30 കിട്ടും. 30 എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? 30 എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നെക്സ്റ്റ് ഇന്റർവെൽ എടുക്കുക. 2 -2. -2ന്റെയും 2ന്റെ ഇടയിലുള്ളൊരു നമ്പർ നമ്മൾ എടുക്കുക. 0യോ 1ഓ ഏത് വേണേലും നിങ്ങൾ എടുക്കാം. -1ഓ ഏത് വേണേലും എടുക്കാം. ഞാനിവിടെ 1 എടുത്തു. അപ്പൊ അതെന്തരും? 6 × 1 the whole square -24 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? -18 കിട്ടും. അതെന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ലാസ്റ്റ് ഇന്റർവെൽ ഏതാ? 2 and ഇൻഫിനിറ്റി. 2 and ഇൻഫിനിറ്റി. 2ന്റെ ഇപ്പുറത്ത് കിടക്കുന്ന അടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് നിങ്ങൾ എടുത്താൽ മതി. 2ന്റെ തൊട്ട് ഇപ്പുറത്ത് കിടക്കുന്ന നമ്പർ ഏതാ? 3 എടുക്കാം. നിങ്ങൾക്ക് പോയിന്റ് ഒക്കെ എടുക്കാം, പക്ഷെ 3 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് 3 എടുത്തത്. 3 എടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടും? 6 × 3 the whole square -24 എന്ന് കിട്ടും. അതെന്ത് തന്നെയാണ്? 30 ആണ്. വിച്ച് ഈസ് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇത് ഇതിന്റെ ആൻഡ് 2 ഇൻഫിനിറ്റി ഇതിന്റെ. ഓക്കെ, ഇനി ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? ഫസ്റ്റത്തെ ഇന്റർവെൽ ഏതാ? -ഇൻഫിനിറ്റി, -2. എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ 0 അല്ലേ? 30 എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു 0. നമ്മളിവിടെ ഈക്വൽ ടു 0 പറഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രേറ്റർ ദാൻ ആണെന്നും കൂടി നോക്കുക. ഗ്രേറ്റർ ദാൻ ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ആണ്. ഈ ഇന്റർവെൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇന്റർവെൽ ഏതാ? -18 ദാറ്റ് ഈസ് ഡിക്രീസിങ്. 0ക്ക് ഈക്വൽ ആണ്, 0 കാട്ടി താഴെയാണ്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണ്?
ഡിക്രീസിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഏത് ഇന്റർവെൽ ആണ്? 2, ∞. 30 അല്ലേ? അപ്പൊ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇതെന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ദിസ് ഈസ് ഇൻക്രീസിങ്. ഓക്കെ, അപ്പം തന്നിരിക്കുന്ന ഇന്റർവെല്ലില് 2 ഇന്റർവെല്ലിൽ എന്താണ്? ഇൻക്രീസിങ് ആണ്, ഒരു ഇന്റർവെല്ലിൽ ഡിക്രീസിങ് ആണ്. ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഏതാണ്, ഡിക്രീസിങ് ഫംഗ്ഷൻ ഏതാണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? നമ്മൾ ഇൻക്രീസിങ് ഫംഗ്ഷന്റെയും ഡിക്രീസിങ് ഫംഗ്ഷന്റെയും പ്രോബ്ലം ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആൻഡ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻസ് ആണ്. ഒരു പ്രോബ്ലം നോക്കിക്കേ. Prove that the function f of x equal to sin x is strictly increasing in 0, π/2 and strictly decreasing in π/2, π. തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x equal to sin x ആണ്. sin x strictly increasing ആണ്. എവിടെ? 0, π/2 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ π/2, π എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യണം. വേറൊരെണ്ണോട് പ്രൂവ് ചെയ്യണം. നെയ്തർ ഇൻക്രീസിങ് നോ ഡിക്രീസിങ്, ഇത് ഇൻക്രീസിങ്ങും ആവുന്നില്ല ഇത് ഡിക്രീസിങ്ങും ആവുന്നില്ല എന്നും പ്രൂവ് ചെയ്യണം. നമുക്കറിയാം സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയണമെങ്കിൽ എന്തായിരുന്നു നമ്മുടെ കണ്ടീഷൻ? നോക്കിക്കേ, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ a, b f dash of x greater than 0. ദാറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയണമെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0യും കാട്ടി ഗ്രേറ്റർ ആയിരിക്കണം. ആൻഡ് എക്സ് ബിലോങ്സ് ടു എന്താണ്? ഓപ്പൺ ഇന്റർവെൽ a, b. ഓക്കെ, ഡിക്രീസിങ് ആണെങ്കിൽ എന്താണ്? ഈ ഒരു എല്ലാം വന്നിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ പ്ലെയിൻ കണ്ടോ? ഇതൊരു കാർട്ടീഷ്യൻ പ്ലെയിൻ ആണ്. അതിനകത്ത് ഏതൊക്കെ ഫങ്ഷൻസ് ആണ് പോസിറ്റീവ് നെഗറ്റീവ് എന്നാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആരൊക്കെയാണ് പോസിറ്റീവ്? എല്ലാ ഫങ്ഷൻസും പോസിറ്റീവ് ആണ്. സെക്കൻഡിൽ ആരൊക്കെയാണ് പോസിറ്റീവ്? സൈനും കൊസീക്കും മാത്രമാണ് പോസിറ്റീവ്. ബാക്കി നമ്മുടെ ടാനും കോട്ടും എല്ലാം എന്താണ്? നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ തേർഡ്, ഫോർത്ത്, അങ്ങനെ. ഓക്കെ, ഈ പ്ലെയിൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ എല്ലാവരും നേരത്തെ പഠിച്ചതുമാണ്. നെക്സ്റ്റ് ഇനി നോക്കാം, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ നമുക്ക് നോക്കാം. ഏത് ഇന്റർവെല്ലാണ്? 0, π/2. ഇങ്ങോട്ടേക്ക് നോക്കിയേ, 0, π/2 വരുന്ന ഏത് ക്വാഡ്രന്റ് ആണ്? ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ഏതാണ്? 0 to π/2. നോക്കി വെച്ചാൽ എല്ലാവരും. ഇനി നമുക്ക് എന്താ വേണ്ടേ? എഫ് ഓഫ് എക്സ് അല്ല വേണ്ടേ, എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നാണ് വേണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. ഓക്കെ, കോസ് എക്സ് എന്ന് നമ്മൾ എഴുതി. ഇനി നോക്കിക്കേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഇന്റർവെൽ 0, π/2 കോസ് എക്സ് എന്തായിരിക്കണം? പോസിറ്റീവ് ആണെങ്കിലേ നമുക്ക് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റൂ. ഇനി ഇതൊന്നും ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ എന്താണ്? എല്ലാം പോസിറ്റീവ് ആണ്. അതായത് കോസ് എക്സും എന്ത്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആവണമെങ്കിൽ എന്തായിരിക്കണം? 0യും കാട്ടി വലുതായി വരുമ്പോഴല്ലേ പോസിറ്റീവ് കിട്ടൂ. അതായത് കോസ് എക്സ് ഓർ എന്തായിരിക്കും? എഫ് ഡാഷ് എക്സ്. കോസ് എക്സ് എന്താണ്? നമ്മുടെ എഫ് ഡാഷ് എക്സ് തന്നെയാണ്. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അപ്പം ആ ഫംഗ്ഷൻ എന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ദാറ്റ് ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ക്ലിയർ? നെക്സ്റ്റ്, ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ് ഇൻ ദ ഇന്റർവെൽ π/2, π. π/2, π വരുന്ന ക്വാഡ്രന്റ് ഏതാണ് ഇവിടെ? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവ്? സൈനും കൊസീക്കും മാത്രമേ അവിടെ പോസിറ്റീവായി നിൽക്കുന്നുള്ളൂ. അപ്പൊ എന്തായിരിക്കും? ബാക്കിയെല്ലാം എന്താണ്? നെഗറ്റീവ് ആണ്. ദാറ്റ് ഈസ് കോസ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? 0യും കാട്ടി ചെറുതല്ലേ വരുന്നേ. അപ്പൊ അതെന്താണ്? സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അതായത് കോസ് എക്സ് ഓർ കോസ് എക്സ് അല്ലെങ്കിൽ കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഡാഷ് എക്സ് തന്നെയാണ്. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 0. നെഗറ്റീവ് ആൻഡ് 0യും കാട്ടി ചെറുതാണ്. സോ ഇറ്റ് ഈസ് എന്തായിരിക്കും? എല്ലാവരും ഒന്ന് പറഞ്ഞേ, സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഓക്കെ, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് കിട്ടി, സ്ട്രിക്ട്ലി ഡിക്രീസിങ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് നെയ്തർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്. ഇൻക്രീസിങ്ങും ആവുന്നില്ല ഡിക്രീസിങ്ങും ആവുന്നില്ല എന്ന്. ഇനി ഈ ഒരു ഗ്രാഫ് എല്ലാവരും നോക്കിക്കേ. നോക്കിയോ എല്ലാവരും? നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇന്റർവെൽ, ഫസ്റ്റ് ക്വാഡ്രന്റ് ദാറ്റ് ഈസ് 0 to π/2. 0 to π/2 ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. π/2, π
ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. നമുക്കിത് നോക്കിയിട്ട് പറയാൻ പറ്റുമോ ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? നല്ല രണ്ടും ഉണ്ട്, ഡിക്രീസിങ്ങും ഉണ്ട് ഇൻക്രീസിങ്ങും ഉണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ ഇതിൽ ഒന്ന് മാത്രമേ ഇൻക്രീസ് ആവുന്നുള്ളൂ ഒന്ന് മാത്രമേ ഡിക്രീസ് ആവുന്നുള്ളൂ എന്ന്? ഇല്ല. അപ്പൊ എന്ത് നമുക്ക് മനസ്സിലായി? ഫ്രം 0,π/2 എന്ന് പറയുന്നത് എന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ആൻഡ് π/2, π എന്താണ്? സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. അപ്പൊ അതെന്തായി മാറി? It is clear that it is neither increasing nor decreasing. ഇൻക്രീസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല, ഡിക്രീസിങ് ആണെന്നും പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവിന്റെ നെക്സ്റ്റ് ടോപ്പിക് ആണ് അപ്രോക്സിമേഷൻ. എന്തിനാണ് നമ്മൾ ഈ അപ്രോക്സിമേഷൻസ് പഠിക്കുന്നത്? നിങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ഒക്കെ തരുമ്പോൾ അതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറയും, അതുപോലെ എറേഴ്സ് ഒക്കെ തരും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അപ്രോക്സിമേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം, എങ്കിലേ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയൂ. നമുക്ക് അതിന്റെ ഇക്വേഷൻസ് നോക്കാം. ലെറ്റ് ചെയ്യുക y is equal to f of x എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗ്ഷൻ ആക്കി എടുക്കുക. y is equal to f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അവിടെ എക്സിനുണ്ടാവുന്ന ചെറിയൊരു ഇൻക്രിമെന്റ് ആണ് ഡെൽറ്റ എക്സ്. എക്സിനുണ്ടാവുന്ന ചെറിയൊരു മാറ്റം, ദാറ്റ് ഈസ് എ സ്മോൾ ചേഞ്ച് ഇൻ എക്സ്. സ്മോൾ ചേഞ്ച്, എക്സിനുണ്ടാവുന്ന ചെറിയൊരു മാറ്റം ആണെന്ത്? ഡെൽറ്റ എക്സ്. എങ്കിൽ എക്സിന് കറസ്പോണ്ടിങ് ആയി നിൽക്കുന്ന വൈക്കും ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാവും. ദാറ്റ് ഈസ് വൈ എന്ന് പറയുന്നത് അപ്പൊ എന്തായി മാറും? ഡെൽറ്റ വൈ ആയി മാറും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? y is equal to f of x എന്ന് പറയുന്ന ഇക്വേഷൻ ഇങ്ങനായി മാറും. y പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു f of x പ്ലസ് എന്താണ്? ഡെൽറ്റ എക്സ്. ഓക്കെ, ഇനി ഡെൽറ്റ വൈനെ ഇവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ ഈ വൈനെ എന്ത് ചെയ്തു? അപ്പുറത്തേക്ക് കൊണ്ടുപോയി. y എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, y is equal to f of x. അപ്പൊ വൈയുടെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുത്തു? f of x ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ മൈനസ് വൈ ആണ് വരുന്നത്. നമ്മൾ വൈയുടെ വാല്യൂ നമുക്കറിയാലോ എഫ് ഓഫ് എക്സ് ആണെന്ന്. അപ്പൊ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് അവിടെ എഴുതി. അപ്പൊ ഡെൽറ്റ വൈ എന്ത് കിട്ടി? ഈ ഡെൽറ്റ വൈ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡി വൈ ചെയ്യണം. ദാറ്റ് ഈസ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻഷ്യൽ ഓഫ് വൈ തന്നെയാണ്. ഡി വൈ ചെയ്യുമ്പോൾ നമുക്ക് ഡി വൈ എന്ന് പറയുന്നത് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ഡെൽറ്റ എക്സ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ വൈയും കിട്ടും. അങ്ങനെ നമ്മൾ അപ്രോക്സിമേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ രണ്ട് ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ. ക്ലിയർ? നമുക്ക് ഇനി ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. നോക്കിക്കേ, ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് എഫ് ഓഫ് 3.02 വേർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x² പ്ലസ് 5x പ്ലസ് 3. നമുക്ക് എന്തിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? എഫ് ഓഫ് 3.02. ഇവിടെ നിങ്ങൾ എല്ലാവരും നോക്കിക്കേ, ഞാനിവിടെ എഫ് ഓഫ് 3.02നെ എങ്ങനെയാണ് എഴുതാൻ പോകുന്നത് നോക്കിക്കേ. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞു എക്സിനുണ്ടാവുന്ന ചെറിയൊരു ഇൻക്രിമെന്റ്. നമ്മളിവിടെ എഫ് ഓഫ് എക്സിനെയാണ് എന്ത് എഴുതിയത്? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് എഴുതിയ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോഴും നമ്മൾ എന്ത് എഴുതി? എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 3.02. അതിനെ നമ്മൾ എന്ത് എഴുതി? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് എഴുതി. എക്സിന് നമ്മൾ 3 കൊടുത്തു, ഡെൽറ്റ എക്സിന് നമ്മൾ 0.02 കൊടുത്തു. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? 3.02 തന്നെ കിട്ടത്തില്ലേ? ഒരു വ്യത്യാസവും ഇല്ലല്ലോ. ഓക്കെ, ഇനി നോക്കിക്കേ, y is equal to f of x ആകുമ്പോൾ നമ്മളുടെ ഫംഗ്ഷൻ എങ്ങനെ വരും? y പ്ലസ് ഡെൽറ്റ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ഓക്കെ, വൈക്ക് നമ്മൾ എന്ത് കൊടുത്തു? എഫ് ഓഫ് എക്സ് കൊടുത്തു. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് 3.02. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, എഫ് ഓഫ് 3.02 ആണെന്നറിയാം. അതുകൊണ്ട് നമ്മൾ ആ വാല്യൂ അവിടെ കൊടുത്തു. ഇനി എഫ് ഓഫ് എക്സ്, എക്സിന്റെ വാല്യൂ എന്താണ് നമ്മളിവിടെ എടുത്തത്? 3. അത് എക്സിലേക്ക് കൊടുക്കുക. എഫ് ഓഫ് 3 പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് 3.02. ഇതിനെ നമ്മൾ അങ്ങോട്ടും ലെഫ്റ്റിലും റൈറ്റ് സൈഡിലും ആക്കി നമ്മുടെ കാൽക്കുലേഷൻ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി. That is f of 3.02 equal to f of 3 plus delta y. Clear? f of 3, അതായത് ഈ ഫംഗ്ഷൻ എല്ലാവരും നോക്കിക്കേ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടോ? എക്സിന്റെ പ്ലേസിൽ, എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 3 ഇട്ട് കൊടുത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് എഫ് ഓഫ് 3 സോൾവ് ചെയ്ത് കിട്ടുന്നത്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? 3 ഇട്ട് കൊടുക്കുക.
അപ്പോൾ എന്തായി മാറും? 3 ഇൻറ്റു 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുക. 3 പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 45 പ്ലസ് ഡെൽറ്റ വൈ എന്ന് കിട്ടും. 45 പ്ലസ് ഡെൽറ്റ വൈ മാത്രം ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടുമോ? ഇല്ല. ഡെൽറ്റ വൈയുടെ വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ? നോക്കിക്കേ, ഡെൽറ്റ വൈ ഞാൻ പറഞ്ഞിരുന്നു ഡിഫറൻഷ്യൽ ഓഫ് വൈ ആണ്. ദാറ്റ് ഈസ് ഡി വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ്. തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡെൽറ്റ എക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡി വൈ കിട്ടുന്നത്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? 3x² പ്ലസ് 5x പ്ലസ് 3. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്ത് വരും? 6 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്ന് വരും. ക്ലിയർ? അതായത് 3 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് x² പ്ലസ് 5 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് 0 ആയിപ്പോയി. വിച്ച് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ പ്ലേസിൽ പിന്നെ നമ്മൾ 3 ഇട്ട് കൊടുത്തു. ദാറ്റ് ഈസ് 6 ഇൻറ്റു 3 പ്ലസ് 5. ഓക്കെ, ഡി വൈ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതാൻ മറന്നുപോയി? ഡെൽറ്റ എക്സ് എഴുതാൻ മറന്നുപോയി. സോറി. അപ്പം ഡെൽറ്റ എക്സ് എന്താണ്? 3.02 ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? സോറി, 0.02 ആണെന്ന്. വിച്ച് ഈസ് ഈക്വൽ ടു 0.02 എന്ന് നമ്മൾ രണ്ടിടത്തും ഇൻറ്റു ചെയ്ത് കൊടുക്കുക. അപ്പം ആൻസർ നമുക്ക് എന്ത് കിട്ടും? 0.46 എന്ന് കിട്ടും. അപ്പോഴും കംപ്ലീറ്റ് ആയ ക്വസ്റ്റ്യൻ ഇല്ല. എഫ് ഓഫ് 3.02 ആണ് നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ വേണ്ടത്. അത് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് 3.02 ഈക്വൽ ടു 45 പ്ലസ് ഡെൽറ്റ 5. ദാറ്റ് ഈസ് 45 പ്ലസ് ഡെൽറ്റ വൈയുടെ ആണ് എന്ത്? 0.46. നമുക്കപ്പോൾ ആൻസർ എന്ത് കിട്ടും? 45.46 എന്ന് കിട്ടും. എഫ് ഓഫ് 3.02ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ ഇത്? നമുക്ക് വേറെ ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം.